റയലിന് പ്രാന്താണ്. ഹൊസെ മൊറീനിയോ ഒന്നും അവിടെ നിന്നും ഓരോരുത്തന്മാരെ അതും അപ്രതീക്ഷിത രീതിയിൽ ഓരോരുത്തന്മാരെ റാഞ്ചി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കുക്കുറല്ലേനെ ചെൽസിയുടെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള കുക്കുറല്ലേനെ സ്പെയിനിലോട്ട് അല്ലെങ്കിൽ റയൽ മാഡ്രിഡിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾറെഡി സ്പാനിഷ് പ്ലെയറാണ് കുക്കുറല്ല എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തെ റയൽ മാഡ്രിഡിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ലൊരു സൈനിങ് ആണ് ആക്ച്വലി. ഒരു ലെഫ്റ്റ് ബാക്ക് റയൽ മാഡ്രിഡിന് വേണം. കാരണം നമുക്കറിയാം അൽവാരോ കരേരാസ്, ഫെർണാണ്ടോ മെൻഡി, ഫ്രാങ്ക് ഗാർസിയ, ഇവർ 3 പേരാണ് റയൽ മാഡ്രിഡിൻ്റെ ലെഫ്റ്റ് ബാക്ക് എന്ന് പറയുന്നത്. അതിൽ കരേരാസാണ് പിന്നെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മെൻഡിയൊക്കെ ഇഞ്ചുറി, ഒരു കളി ഇറങ്ങും പോവും, ഇഞ്ചുറി ആയിട്ട് അങ്ങനെ പോകും. ഫ്രാങ്ക് ഗാർസിയ അത്രയും ക്ലാസ്സുള്ളൊരു പ്ലെയർ അല്ല, ഒരു ഓക്കെ ടൈപ്പ് ഓഫ് പ്ലെയറാണ്. സോ റയൽ മാഡ്രിഡ് നീഡ് എ വേൾഡ് ക്ലാസ് ലെഫ്റ്റ് ബാക്ക്. കാരണം എൽ ക്ലാസിക്കോ പോലത്തെ മാച്ചസ് ഓരോ സീസണിലും കൂടുതലായി വരുന്നുണ്ട്. അപ്പോൾ ലമീൻ യമാലിനെ കൊടുക്കാൻ അല്ലെങ്കിൽ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ അവിടെ വേണം റയൽ മാഡ്രിഡിന്. സോ ഹൊസെ മൊറീനോ മെയ്ഡ് എ റൈറ്റ് ഡിസിഷൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കുക്കുറല്ലേനെ കൊണ്ടുവന്നത് നല്ലൊരു തീരുമാനമാണ്. സോ ബോംബാസോ എന്നൊക്കെ പറയേണ്ട ഈ ഒരു ട്രാൻസ്ഫറിന് ഞാൻ ആരെയും പ്രതീക്ഷിച്ചു. അത് ഞാൻ ഒരു നോൺ ജേർണലിസ്റ്റുകളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഫെബ്രിസിയോ റിപ്പോർട്ട് ചെയ്യുന്നു കുക്കുറല്ല. ഞാൻ ആദ്യം വിചാരിച്ച് ഫേക്ക് ആയിരിക്കും. നോക്കിയപ്പോൾ ഫെബ്രിസിയോൻ്റെ ഒഫീഷ്യൽ പേജിലിട്ട് ഹിയർ വി ഗോ ഓൾമോസ്റ്റ് സൈൻഡ് 60 million ഫ്രം ചെൽസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാട്ട് ഈസ് ദിസ്? ഹൊസെ മൊറീനോ ആൻഡ് പെരസ് ഈസ് കുക്കിംഗ് പറയാനുള്ളൂ. കൊണാട്ടെ, ഡംഫ്രൈസ്, ബെർണാഡോ സിൽവ, ഇപ്പം അതേ കുക്കുറല്ല. സോ വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് സീസൺ ഓഫ് റയൽ മാഡ്രിഡ്. വേൾഡ് കപ്പ് ആണെങ്കിൽ ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. സോ കണ്ടൻസ് ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോ. താങ്ക് യു സോ മച്ച്.